ആത്മലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിവൈൻ വൺനെസ് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യാം? കരുണയും സ്നേഹവും നമ്മളിൽ ഉണ്ടാവുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഡിവൈൻ വൺനെസ്സിനെ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ പേഴ്സണാലിറ്റിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നമ്മളിൽ ഒരിക്കലും ഈ കരുണയും സ്നേഹവും ഉണ്ടാവില്ല. അതിന് പകരം നമ്മളിൽ അറിവായിരിക്കും വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഈഗോ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഹാബിറ്റായിരിക്കും വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ബിലീഫ് സിസ്റ്റം ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഈ പാറ്റേൺ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്കൊരിക്കലും ഈ കരുണയും സ്നേഹവും ആ ഒരു വൈബ്രേഷനിലേക്ക് എത്താൻ പറ്റില്ല. അറിവുള്ള ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ അറിവ് അതിന് മുകളിലേക്ക് എക്സ്പാൻഡ് ആവാൻ തുടങ്ങും. അപ്പോൾ നമ്മളുടെ ഈഗോനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ അറിവ് അതിന് മുകളിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ അതിന് ജയിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് നമ്മുടെ ഈഗോനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ അറിവ് ഈ പ്രപഞ്ചത്തോളം തന്നെ എക്സ്പാൻഡ് ചെയ്താലും അതൊരിക്കലും പൂർണ്ണമല്ല. അറിവ് ഇൻഫർമേഷനായി തന്നെ നിലകൊള്ളും. അത് എക്സ്പീരിയൻസ് ചെയ്ത് അത് സ്വയം എടുക്കുമ്പോൾ മാത്രമാണ് അത് ജ്ഞാനമാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് എങ്കിൽ അതിന് വളരെ ഫോഴ്സ് ഉണ്ട്, ഗ്രാവിറ്റി ഉണ്ട്. അത് മറ്റുള്ളവരിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കും. എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യം തിയറിറ്റിക്കലി ഒരാൾ ആക്യുറസിയോടുകൂടി അത് എക്സ്പ്ലെയിൻ ചെയ്താലും അതിന് വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല. അതൊരു ഇൻഫർമേഷനായി തന്നെ നിൽക്കും. ഇപ്പോൾ ഒരു മേശ ഉണ്ടാക്കാൻ പഠിച്ച ഒരു വ്യക്തി, മേശ ഉണ്ടാക്കാൻ തിയറിറ്റിക്കലി പഠിച്ചൊരു വ്യക്തിയും, തിയറിറ്റിക്കലി മേശ ഉണ്ടാക്കാൻ പഠിച്ച വ്യക്തി അതിൻ്റെ പ്യുവർ ആക്യുറസിയോടുകൂടി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ പ്രാക്ടിക്കലി ഇത് പഠിച്ചൊരു വ്യക്തി അതിൻ്റെ സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ തിയറിറ്റിക്കലിയോ വേർഡ്സ് ഒന്നും കറക്റ്റ് അല്ലെങ്കിൽ കൂടി അതുണ്ടാക്കാനുള്ള ആ ഒരു നോളജ് ആ വ്യക്തിയിലുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന ആ ഒരു വാക്കിലൂടെ അത് നമ്മളിലേക്ക് ആഴത്തിൽ ഇറങ്ങി വരും, നമ്മൾക്കത് ഉപകാരപ്പെടും. പക്ഷേ തിയറിറ്റിക്കലി ഒരാൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് നമ്മളിലേക്ക് ഇൻഫർമേഷനായി മാത്രമാണ് കടക്കുള്ളൂ, നമ്മളിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കില്ല. അപ്പം അതിന് അത്രയും ഫോഴ്സേ ഉള്ളൂ. ആ ഇൻഫർമേഷന് എക്സ്പീരിയൻസ് ചെയ്ത അറിവ് ഷെയർ ചെയ്യുമ്പോഴാണ് അതിന് ഫോഴ്സ് കൂടുതലുള്ളത്. ഇപ്പോൾ ഡിവൈൻ വൺനെസ് ഫീൽ ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഈ മാഗ്നറ്റിസം പവർ ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ട്. സയൻറ്റിഫിക്കലി പറഞ്ഞാൽ ഗ്രാവിറ്റി, വേവ്സ്, ബ്ലാക്ക് ഹോൾ എന്നൊക്കെ പറയാമെങ്കിലും യഥാർത്ഥത്തിൽ ഈ മാഗ്നറ്റിസം എന്താണെന്ന് വെച്ചാൽ അത് പ്യുവർ ലവ് ആൻഡ് എമ്പതി തന്നെയാണ്, സ്നേഹവും കരുണയും തന്നെയാണ്. നമ്മൾ ആ റെസൊണൻസിൽ വൈബ്രേഷൻ ചെയ്യുമ്പോൾ ഓരോ വ്യക്തിയിലെയും ആ ഡിവൈനിറ്റിയിലേക്കാണ് നമ്മൾ കണക്റ്റഡ് ആവുക. ഓരോ വസ്തുവിൻ്റെയും ആ ഡിവൈനിറ്റിയിലേക്കാണ് നമ്മൾ കണക്റ്റഡ് ആവുക. അപ്പോൾ നമ്മളിൽ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയോ ആ വസ്തുവിൻ്റെ സിമ്പലോ നമ്മളിൽ ഒരു മിററും ക്രിയേറ്റ് ചെയ്യില്ല. കാരണം നമ്മളിൽ ലോ വൈബ്രേഷനിലുള്ള നെഗറ്റീവ് ഫീലിങ്സ് ഒന്നും ഇല്ല. നമ്മൾ പ്യുവറായി. മൈൻഡിൻ്റെ ഫിൽട്ടർ എടുത്ത് മാറ്റിയാൽ തന്നെ നമ്മൾ പ്യുവറാണ്. മൈൻഡിൻ്റെ ഫിൽട്ടറാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിലേക്കായിരിക്കും നമ്മൾ എത്തുന്നത്, കണക്റ്റഡ് ആവുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി നമ്മളിലേക്ക് ട്രിഗർ ചെയ്യാൻ തുടങ്ങും, മിറർ ആവാൻ തുടങ്ങും. അപ്പോൾ അത് നമ്മളിൽ ട്രിഗറാവും, ഫീലിങ്സായി ട്രിഗറാവും. അല്ലെങ്കിൽ ഒരു വസ്തുവോ സിമ്പലോ എല്ലാം നമ്മളിലേക്കൊരു മിറർ ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള ട്രിഗറിങ് നടത്തും, ഫീലിംഗ് നമ്മളിലുണ്ടാക്കും. അപ്പോൾ എല്ലാം നമ്മളിലേക്ക് മിറർ ചെയ്യപ്പെടുകയാണ് ചെയ്യുക. എന്നാൽ നമ്മളിലെ ഈ ഡിവൈൻ ഫീലായ കരുണയും സ്നേഹവും ആണ് എങ്കിൽ നമ്മുടെ മൈൻഡ് പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വസ്തുവിൻ്റെയോ ആ വ്യക്തിയുടെയോ പ്യുവർ ഡിവൈനിലേക്കാണ് കണക്റ്റഡ് ആവുക, ഡിവൈനിറ്റിയിലേക്കാണ് കണക്റ്റഡ് ആവുക. ഈ പേഴ്സണാലിറ്റി എടുത്ത് ഈ മനുഷ്യ ശരീരത്തിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഈ പ്യുവർ കോൺഷ്യസ്നെസ് തന്നെയാണ്. അതിനൊരു
പ്രപഞ്ചബോധത്തിന് അല്ലെങ്കിൽ അതിന് ഒരു രൂപമില്ല. എന്നിലൂടെയും നിങ്ങളിലൂടെയും ഈ സർവ്വചരാചരങ്ങളിലൂടെയും പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. പക്ഷെ അതെന്തുകൊണ്ട് നമുക്കറിയാവുന്നില്ല എന്ന് മാത്രം വെച്ചാൽ ആ ഡിവൈനിറ്റിയിലേക്ക് നമ്മുടെ മൈൻഡ് ഒരിക്കലും കണക്റ്റഡ് ആവുന്നില്ല. മൈൻഡിൻ്റെ ഈ പേഴ്സണാലിറ്റിയാണ് വർക്കാവുന്നത്, മൈൻഡിൻ്റെ ഈഗോ ആണ് വർക്കാവുന്നത്, നമ്മളിലെ അറിവും ബിലീവ് സിസ്റ്റവും ഹാബിറ്റുമാണ് വർക്കായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ആ ചൈതന്യത്തെ ഫീൽ ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണോ നമ്മുടെ മൈൻഡിൻ്റെ ഈ ഫിൽട്ടർ നമ്മളില്ലാതെ, ജഡ്ജ്മെൻ്റ് ഇല്ലാതെ ഒരു പൂവിനെയോ വസ്തുക്കളെയോ വ്യക്തികളെയോ നമ്മൾ സമീപിക്കുന്നത്, അപ്പോഴാണ് അതിൽ ഉള്ളിലത്തെ ഡിവൈനിറ്റി നമ്മളിലേക്ക് കണക്റ്റഡ് ആവുള്ളൂ. അപ്പോൾ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി നമ്മളെ ട്രിഗർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ വ്യക്തിക്കും ഒന്നും ട്രിഗർ ആവില്ല. അപ്പോൾ ആ വ്യക്തിയിലുള്ള ആ ഒരു നെഗറ്റീവ് ഫീലിങ്സ് എല്ലാം ആ വ്യക്തിയിലേക്ക് തന്നെ മടങ്ങേണ്ടതായിട്ട് വരും. കാരണം അതിന് പുറത്തേക്ക് ട്രിഗർ ചെയ്യാൻ പറ്റില്ല ഡിവൈൻ വൺനെസ്സിൽ ഇരിക്കുന്ന ഒന്നിലേക്ക്. അപ്പോൾ നമ്മൾ തിയററ്റിക്കലി ഒരു കാര്യം എത്ര ആക്യുറസിയിൽ പറയാൻ പഠിച്ചാലും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് എങ്കിൽ അതിനൊരു ഫോഴ്സ് ഉണ്ട്. ഒരു പക്ഷേ അതിന് ആക്യുറസി ഇല്ലെങ്കിൽ കൂടി ആ ഫോഴ്സ് വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ഡിവൈൻ വൺനെസ് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മളുടെ മൈൻഡ് പ്യൂരിഫൈ ആകണം. നമ്മളുടെ മൈൻഡ് പ്യൂരിഫൈ ആയാൽ മാത്രമാണ് നമുക്ക് മൈൻഡിൻ്റെ മുഴുവൻ ക്വാളിറ്റിയും ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. മൈൻഡിനെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മൈൻഡിനെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമ്മളിൽ വളരേണ്ട ക്വാളിറ്റി ഡിവൈൻ വൺനെസ് തന്നെയാണ്, കരുണയും സ്നേഹവും തന്നെയാണ്. കരുണയും സ്നേഹവും തന്നെയാണ് ഈ മാഗ്നറ്റിസം. അപ്പോൾ നമ്മളിലേക്ക് ആ ഒരു കരുണയും സ്നേഹവും തന്നെയാണ് നമ്മളിലേക്കും അട്രാക്റ്റഡ് ആവുള്ളൂ. അതിലൂടെ സഞ്ചരിച്ച് അതായി തീരുമ്പോൾ മാത്രമേ നമ്മളിലേക്ക് ആ പ്യുവർ കോൺഷ്യസ്നെസ് കുറേശ്ശെ ഒഴുകാൻ തുടങ്ങുള്ളൂ. അല്ല എങ്കിൽ നമ്മുടെ ഈഗോ നമ്മളിൽ ഉണ്ട് എങ്കിൽ മൈൻഡ് ഫിൽട്ടറാണ്, അതിലേക്ക് ഒരിക്കലും പ്യുവർ കോൺഷ്യസ്നെസ്സിന് എത്താൻ പറ്റില്ല. ആ ഡിവൈനിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. വരുന്നുണ്ടാവും, ഈ മൈൻഡ് അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവും, ഈഗോ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവും. ഓരോ വ്യക്തികളായി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഈ ഡിവൈനിറ്റി തന്നെയാണ്. ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും ആ ഡിവൈനിറ്റിയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയില്ല. നമ്മൾ ജഡ്ജ്മെൻറ്റിലൂടെയാണ് അതിനെ ശ്രദ്ധിക്കുന്നത് എങ്കിൽ. അപ്പോൾ നമ്മുടെ മൈൻഡിൻ്റെ ജഡ്ജ്മെൻറ്റ് ക്വാളിറ്റി നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. ഡിവൈൻ പ്യൂരിഫൈയിലേക്ക്, ഡിവൈൻ ക്വാളിറ്റിയിലേക്ക് നമ്മൾക്ക് കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ കണക്റ്റഡ് ആയാൽ മാത്രമാണ് ആ ഡിവൈൻ വൺനെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല എങ്കിൽ നമുക്ക് എല്ലാവരിലും കുറ്റങ്ങളും കുറവുകളും ഇത് മാത്രമാണ് കാണാൻ പറ്റുള്ളൂ. അവരുടെ ഉള്ളിലുള്ള ആ ഡിവൈനിറ്റി നമുക്ക് ഒരിക്കലും അനുഭവിക്കാൻ പറ്റില്ല. നമ്മളെ യഥാർത്ഥത്തിൽ സഹായിക്കുന്നത് ആരാണ്? നമുക്കൊരാവശ്യം വരുമ്പോൾ ആരാണ് നമ്മളെ സഹായിക്കുന്നത്? ഈ വ്യക്തികൾ തന്നെയാണ്, അല്ലേ? ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ മുമ്പിൽ ഈ വ്യക്തികൾ ആ സഹായം കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വ്യക്തികളൊക്കെ ആരാണ് ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ മുമ്പിലേക്ക് എത്തിപ്പെടാനും ആ സഹായം ചെയ്തു തരാനും ആരാണ്? ഈ പ്രപഞ്ചബോധം തന്നെയാണ്. അവരിലൂടെ ഈ പ്രപഞ്ചബോധം പ്രവർത്തിക്കുന്നു എന്ന് മാത്രമാണ്. അപ്പം നമ്മളെ ഇവിടെ നിലനിർത്താൻ സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാം ആ ഡിവൈനിറ്റിയുടെ ഭാഗങ്ങൾ തന്നെയാണ്. നമ്മളതിനോട് സ്നേഹവും കരുണയും കാണിച്ചാൽ മാത്രമേ നമുക്ക് ഡിവൈൻ വൺനെസ് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ.